പിണറായി വിജയന്റെ മരുമോന്റെ നാഷണൽ ഹൈവേ തകർന്നു വീണു. നമ്മൾ ചില സിനിമകളിലൊക്കെ കാണുന്ന പോലെ ഒരു 3D എഫക്ട് പോലെയാണ് ഇപ്പൊ കാണുന്നത്. അത്രയും ഭയാനകരമായത് ആ കിടക്കുന്ന ഒരു കാറാണ്. ഇവിടുന്നാണ് മണ്ണിടിഞ്ഞു പോയത്. ഇത്രയും വലിയൊരു ഗർത്തം ഉണ്ടായി. ഈ കാണുന്നതെല്ലാം നമ്മൾ പാസ് ചെയ്തിരുന്ന റോഡാണ്, കൂരിയാട്. ഇതില് മീഡിയക്കാരുണ്ട്, പോലീസുകാരുണ്ട്, എല്ലാരും വന്നിട്ടുണ്ട്. ഇത്രയും വലിയൊരു കുഴിയിലോട്ട് പോയി ആ കാണുന്ന പാടങ്ങളും എല്ലാം ഇടിഞ്ഞു പോയി. ഇത്രയും അശാസ്ത്രീയമായ രീതിയിലാണ് ഈ നാഷണൽ ഹൈവേ പണിതത്. മരുമോനും അമ്മായിപ്പനും കൊട്ടിഘോഷിച്ചുകൊണ്ട് നടന്നത് ഞങ്ങളുടെ ഭരണ നേട്ടമായിരുന്നു, ഇത് ഞങ്ങളുടെ ഒരു കുഞ്ഞാണ്, ഞങ്ങൾ ഉണ്ടാക്കിയതാണ് എന്നും പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടന്നു. ഈ ഒരു നാഷണൽ ഹൈവേ കേരളത്തിനും രാജ്യത്തിനും എത്രയേറെ ഗുണമുള്ളതാണെന്ന് പറഞ്ഞ് കൊട്ടിഘോഷിച്ച് നടന്നു. എന്നിട്ട് ഈ നാഷണൽ ഹൈവേയിൽ വിള്ളൽ ഉണ്ടായപ്പോഴത്തേന് അവിടെ പശ വെച്ചൊട്ടിക്കാനായിട്ട് മരുമോൻ റിയാസ് പറഞ്ഞിട്ട് പശ വെച്ചൊട്ടിക്കാൻ വേണ്ടിയിട്ട് ആളുകളെ പറഞ്ഞു വിട്ടിരിക്കുന്നു. എന്തൊരു ബോധമില്ലായ്മയാണ് കാട്ടിക്കൂട്ടിയേക്കുന്നത്. പശ വെട്ടിച്ച് ബംഗാളികളെ പറഞ്ഞു വിട്ടിരിക്കുക, പണികാരെ പശ വെച്ചൊട്ടിക്കാൻ നാഷണൽ ഹൈവേ വിള്ളലുണ്ടായേന്. അത്രയും നിരുത്തരവാദപരമായിട്ടാണ് ഈ നാഷണൽ ഹൈവേ പണിതത്. പിന്നെ എങ്ങനെയാണ് ഇത് തകർന്നു വീഴാതിരിക്കുന്നത്? ഇപ്പോൾ ഈ നാഷണൽ ഹൈവേയുടെ അടുത്തുള്ള ആളുകളുടെയൊക്കെ അവസ്ഥ വളരെ ദുരിതം പിടിച്ചതാണ്. അവരുടെ വീടുകളിലേക്ക് ചെളിയും കുത്തി ഒലിച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ്. അത്രയേറെ ദുരിതത്തിലാണ് ഇവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. എല്ലാ ആഴ്ചയിലും ഞങ്ങൾ പരിശോധിച്ചു. നാഷണൽ ഹൈവേ അതോറിറ്റി ഓഫ് ഇന്ത്യയുമായി ചേർന്നുകൊണ്ട് ഞങ്ങളൊരു ടീമായി സൈറ്റുകളിൽ പോയി. ഓരോ ജില്ലയിൽ നിന്നും മറ്റൊരു ജില്ലയിലേക്ക് യാത്ര ചെയ്ത് സൈറ്റുകളിൽ പോയി സൈറ്റുകളിലെ പ്രശ്നം, അവിടുത്തെ ജനപ്രതിനിധികൾ പറയുന്നത്, ജനങ്ങൾ പറയുന്നതൊക്കെ കേട്ടുകൊണ്ട് അല്ലാതെയും റിവ്യൂ ചെയ്തു. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഇതിന്റെ റിവ്യൂ യോഗങ്ങൾ ഇപ്പൊ ഇന്നലെ നടത്തിയതുപോലെ തന്നെ ഇടയ്ക്കിടെ നടത്തുന്ന സ്ഥിതിയുമുണ്ട്. അത് പണി തീർത്തപ്പോൾ പറഞ്ഞത് ഞാനും എന്റെ അമ്മായി അച്ഛനും കൂടെ പണിതാന്നാ, ഞങ്ങളുടെ സർക്കാർ പണിതാന്നാ പറഞ്ഞത്. പക്ഷെ അത് പൊളിഞ്ഞ് വീണ് കഴിഞ്ഞപ്പോ പറയുന്നത് അത് കേന്ദ്ര ഗവൺമെന്റിന്റെ ആണെന്നാ. അത് മോദിയുടെ നാഷണൽ ഹൈവേ ആണ്, ഞങ്ങൾക്ക് അതുമായിട്ട് യാതൊരു ബന്ധമില്ലെന്ന്. ഇവരൊക്കെ ഉളുപ്പുണ്ടോ ഇങ്ങനെ പറയാനിട്ട്? തരാതരം പോലെ തന്തയെ മാറ്റി പറയുന്ന ഈ പണിയൊക്കെ എങ്ങനെ സാധിക്കും ഇവനൊക്കെ ഇത് പറയാൻ? അത് പൊളിഞ്ഞ് വീണില്ലായിരുന്നെങ്കിൽ എന്റെ അമ്മായിച്ചന്റെയോ ആണത്. അത് പൊളിഞ്ഞ് വീണപ്പോഴത്തേന് എന്റെയോ അല്ല, എന്റെ അമ്മായിച്ചന്റെയോ അല്ല, ഞങ്ങളുടെ സർക്കാരിന്റെയോ അല്ല, അത് ചെയ്തത് മൊത്തം കേന്ദ്ര സർക്കാരിന്റെയാ, മോദിയുടെ. അതൊക്കെ ഞങ്ങൾക്ക് ഇതോട് യാതൊരു ബന്ധവും ഇല്ല. ആ കമ്പനി, ആ റോഡിന്റെ പണി ഏറ്റെടുത്ത കമ്പനി അതിൽ വീഴ്ച ഉണ്ടാക്കി. അത് ശ്രദ്ധിക്കണമായിരുന്നു. ആര്? കേന്ദ്ര സർക്കാർ ശ്രദ്ധിക്കണമായിരുന്നു എന്ന്. ഉളുപ്പില്ലാത്തവൻ. ഇതിനു മുമ്പൊരു ഇത് നടത്തി പത്രസമ്മേളനം. അതിനകത്ത് പറഞ്ഞത് ഞാൻ ഒരു ജില്ലയിൽ നിന്ന് മറ്റൊരു ജില്ലയിലേക്ക് ഇപ്പൊ യാത്ര ചെയ്ത് സഞ്ചരിച്ചായിരുന്നു ഇതിന്റെ കാര്യങ്ങളെ കുറിച്ച് വിലയിരുത്തൽ നടത്തിക്കൊണ്ടിരുന്നതെന്നാ പറഞ്ഞത്. മരുമോനാണേ പറഞ്ഞത്. എന്റെ അമ്മായിച്ചനാണെങ്കിൽ എല്ലായിടത്തും ഇത് കോർഡിനേറ്റ് ചെയ്ത് മീറ്റിങ്ങുകൾ വിളിച്ച് എന്നും ഇതിനെപ്പറ്റി അന്വേഷിക്കും, ഇതിന്റെ പുരോഗതികളെ കുറിച്ച് അന്വേഷിക്കും, പോരായ്മകളുണ്ടെങ്കിൽ അതിനു വേണ്ടി കാര്യങ്ങൾ ചെയ്യും. ഞങ്ങൾ മല മറിച്ചിട്ടാ, ഞങ്ങൾ തൂമ്പെടുത്ത് കിളച്ചുണ്ടാക്കിയ റോഡാണെന്നാ പറഞ്ഞത്. ഇതിപ്പോ ഇടിഞ്ഞു വീണ് കഴിയുമ്പോ പറയുവാണ് ഞങ്ങൾക്ക് ബന്ധമില്ല, കമ്പനിക്കാണ് ഉത്തരവാദിത്വം എന്ന്. ഇങ്ങനെ ഒരു തന്തയും പോലും ഈ കേരളത്തിന് അപമാനം. എന്നിട്ട് ഏറ്റവും അവസാനം പിണറായി വിജയൻ വണ്ടിയുമായിട്ട്, അയാളുടെ വാഹന വ്യൂഹമായിട്ട് അതിൽ യാത്ര ചെയ്ത് പോകുന്ന ഒരു വീഡിയോ കൂടെ വന്നു. എനിക്ക് തന്നെ ആ വീഡിയോ വന്നത് പ്രശ്നമായത്. ആ വീഡിയോ വന്നതിന് ശേഷമാണ് ഈ സാധനം ഇടിഞ്ഞു പോയത്. എന്റെ പൊന്ന് പിണറായി വിജയ, തനിക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു അതിലെ പോകേണ്ടത്? വല്ല ആവശ്യമുള്ളതാണോ? ഇയാള് പോയേക്കുന്ന സാധനം മുഴുവനും ആ പ്രാവ്, ഒന്നാം പിണറായി വിജയൻ അന്ന് പറപ്പിച്ചു വിട്ട പ്രാവ് ചത്ത് താഴെ വീണപ്പോ തൊട്ട് തുടങ്ങിയ പ്രശ്നങ്ങളാ. ഇങ്ങനെ ഒരു ശാപം കിട്ടിയ ജന്മമായി പിണറായി വിജയൻ മാറി. ഇയാള് ചെല്ലുന്നിടത്തെല്ലാം പ്രശ്നങ്ങളാ. ഇയാള് ചെല്ലുന്നിടത്ത് വെള്ളപ്പൊക്കം, ഇയാള് ചെല്ലുന്നിടത്ത് സുനാമി, ഇയാള് ചെല്ലുന്നിടത്ത് പെരുമഴ, ഇയാള് യാത്ര ചെയ്ത നാഷണൽ ഹൈവേ ഇടിഞ്ഞു താഴെ വീണു.
കോടികൾ മുടക്കി ഉണ്ടാക്കിയതാ. ഇടിഞ്ഞു താഴെ വീഴുമായിരുന്നത്. അതിന്റെ സൈഡിലുള്ള റോഡുകൾ മുഴുവൻ പോയി. ആ കണ്ടമൊക്കെ ആണെങ്കിൽ നടുവെ വിള്ളൽ വന്നിരിക്കും, അതിന്റെ അപ്പുറം ഇപ്പുറമുള്ള കണ്ടത്തിലൊക്കെ. ഇങ്ങനെ ഒരു ഗതികേട് പിടിച്ചവൻ ചിരിച്ചോണ്ട് ഈ പിണറായി വിജയനെ നമുക്ക് കൈമാറണം. പ്രിയപ്പെട്ട ജനങ്ങളെ, ഈ ഭരണം അവസാനിക്കുന്ന സമയത്ത്, ഈ ഇലക്ഷന് മുമ്പായിട്ട് നമ്മൾ പിണറായി വിജയനെ ചിരിച്ചോണ്ട് വേണം മാറ്റിവെക്കാൻ. മനസ്സിൽ സങ്കടത്തോടുകൂടി മാറ്റിവെക്കരുതേ, ചിരിച്ചോണ്ട് മാറ്റിവെക്കണം. അല്ലെങ്കിൽ ഭയങ്കര പ്രശ്നങ്ങളിലേക്ക് പോകും. കേരളത്തിൽ സുനാമി വന്ന് കേരളം തകരും. ഈ ഭരണത്തെ നമ്മൾ മാറ്റിവെക്കുമ്പോൾ ചിരിച്ചോണ്ട് വേണം, സന്തോഷത്തോടു കൂടി വേണം മാറ്റിവെക്കാൻ. സങ്കടത്തോടുകൂടി ഒരിക്കലും മാറ്റിവെക്കരുത്. ഇദ്ദേഹത്തെ ചിരിച്ചുകൊണ്ടുകൂടി സന്തോഷത്തോടുകൂടി നമ്മൾ മറ്റൊരു സ്ഥലങ്ങളിലേക്ക് കൈമാറുക, മറ്റൊരാളിലേക്ക് കൈമാറുക. മറ്റേ ഒരു പ്രതിമയുടെ കാര്യമുണ്ടല്ലോ സിനിമയ്ക്കകത്ത് പറയുന്നേ, ആ പ്രതിമയെ നമ്മൾ ചിരിച്ചുകൊണ്ട് കൈമാറിയാലേ പ്രശ്നങ്ങളും കൂടെ അങ്ങ് പോകത്തുള്ളൂ. സങ്കടത്തോടുകൂടി കൈമാറി കഴിഞ്ഞാൽ അത് ആയ പ്രശ്നങ്ങൾ നമ്മുടെ കയ്യിൽ നിൽക്കും, പ്രതിമ മാത്രമേ പോകത്തുള്ളൂ. എന്ന് പറഞ്ഞതുപോലെ പിണറായി വിജയനെ കേരളത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനത്ത് നമ്മൾ ചിരിച്ചുകൊണ്ട് സന്തോഷത്തോടു കൂടി വേണം മാറ്റാൻ. ഒരു സങ്കടവും ആരുടെയും മനസ്സിലുണ്ടാവാൻ പാടില്ല പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യണം, മുഴുവൻ ജനങ്ങളിലേക്ക് എത്തണം. ചിരിച്ചോണ്ടുകൂടി പിണറായി വിജയനെ നമുക്ക് കൈമാറാം, അല്ലെങ്കിൽ കേരളം തകരും.